പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ചൊവ്വാഴ്ച വിശുദ്ധ അന്തോണീസിൻ്റെ മധ്യസ്ഥതയിൽ പ്രത്യേകിച്ച് നമ്മുടെ തകർന്ന കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബത്തിൻ്റെ പ്രാർത്ഥനകളിലും വിശുദ്ധ അന്തോണീസിൻ്റെ പ്രത്യേക മാധ്യസ്ഥം ഉണ്ടാകട്ടെ എന്ന് ഇന്ന് പ്രഭാതത്തിൽ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരു ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാകാൻ. കുടുംബാംഗങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ ദൈവമേ എൻ്റെ ഭർത്താവ് വരുമല്ലോ, ദൈവമേ എൻ്റെ മകൾ വരുമല്ലോ, ദൈവമേ എൻ്റെ മകൻ വരുമല്ലോ, അങ്ങനെയുള്ളൊരു അസ്വസ്ഥതയുണ്ടല്ലോ സഹോദരങ്ങളെ. ആ കുടുംബ ബന്ധങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സെഫാനിയ 3:18. അവിടെ വചനം വെളിപ്പെടുത്തുകയാണ്, നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും. നമ്മളിപ്പോൾ നമ്മുടെ കുടുംബത്തിലൊക്കെ അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ട വചനം എന്താണ്? നമ്മളെക്കുറിച്ച് ഒരു ആത്മശോധന ചെയ്യേണ്ടത്, എന്നെക്കുറിച്ച് എൻ്റെ ദൈവം ആഹ്ലാദിക്കുമോ? എൻ്റെ സ്വകാര്യത അറിയുന്ന എൻ്റെ കർത്താവ് എന്നെക്കുറിച്ച് ആഹ്ലാദിക്കുമോ? വചനം പറയാണ്, നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും, തൻ്റെ സ്നേഹത്തിൽ അവിടുന്ന് നിന്നെ പുനഃപ്രതിഷ്ഠിക്കും. അതായത് വീണ്ടും പ്രതിഷ്ഠിക്കും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ശിഥിലീകരിക്കപ്പെട്ടു എന്ന് കരുതി നമ്മൾ ഭയപ്പെടരുത്. ഒറ്റ കാര്യമാണ് ചിന്തിക്കേണ്ടത്, ഞാൻ എന്നും എൻ്റെ കർത്താവിനോട് കൂടെ ആയിരിക്കും. അങ്ങനെ ഒരു തീരുമാനം നീ എടുക്കുകയാണെങ്കിൽ നിന്റെ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ തരാൻ ഈ 18-ാമത്തെ വചനത്തിന് തൊട്ട് മുമ്പുള്ള വചനം 17-ാമത്തെ വചനം, നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട് എന്നുള്ളതാണ്. ആ കർത്താവാണ് നമുക്ക് അവിടെ നിന്ന് നമ്മെ പുനഃപ്രതിഷ്ഠിക്കും എന്ന വാഗ്ദാനം നൽകുന്നത്. ഓ ദൈവമേ, ഈ വാഗ്ദാനം ഞങ്ങൾ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ ആഹ്ലാദിക്കത്തക്ക വിധത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നാളത്തെ പരിശുദ്ധ കുർബാന, അതായത് ബുധനാഴ്ചയിലെ പരിശുദ്ധ കുർബാന, ഈ ഒരു നിയോഗാർത്ഥം കുടുംബത്തിൽ സമാധാനമാകാൻ വേണ്ടിയല്ല, എൻ്റെ ജീവിതം എൻ്റെ യേശു നോക്കി കാണുമ്പോൾ ആനന്ദിക്കാൻ പറ്റണം. അതിന് പറ്റാത്ത വിധത്തിൽ വെറുപ്പ്, വൈരാഗ്യചിന്ത, മ്ലേച്ഛത, അശുദ്ധി, സ്വാർത്ഥത, ധനമോഹം, വിഗ്രഹാരാധന തന്നെയായ ധനമോഹം എന്നാണ് യാക്കോസ്ലിഹ പറയുന്നത്, അല്ലേ? അപ്പോൾ ഏതൊക്കെ മേഖലകളെ കുറിച്ച് നല്ലൊരു ആത്മശോധന നടത്തിയിട്ട് നന്നായി ബലിയർപ്പിച്ച് നല്ലൊരു കുമ്പസാരം നടത്തണം കേട്ടോ. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.